എല്ലാ ചങ്കൂടപ്പുറങ്ങൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, ഇത് ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ട്. ഉച്ചയ്ക്ക് കരയിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം 4-5 മണിക്കൂറോളം ഓടി ഫിഷിങ് ചെയ്ത് നൈറ്റ് ഫിഷിങ് ചെയ്തതിന് പകൽ നേരം വെളുത്തപ്പോൾ പാരലെന്ന് പറയും, അതായത് കടലിൻ്റെ അടിത്തട്ടിലുള്ള പവിഴപ്പോറ്റുകൾ പാറകളൊക്കെ ഉള്ള സ്ഥലം. ആ സ്ഥലത്ത് പോയി നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് വീഡിയോ കാണുന്നവർ പറ്റുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഫുൾ വീഡിയോയിലോട്ട്. 6:30 നേരം വെളുത്ത സൂര്യൻ പൊങ്ങി വരാൻ തുടങ്ങിയതേ ഉള്ളൂ. അതിൻ്റെ ആ ഒരു വെട്ടം മാത്രമേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ചധികം വള്ളങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ അങ്കിൾ ഇതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്, അതായത് പാരിൽ വിടാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ നമ്മൾ ചെറിയൊരു കണ്ണൻകുഴിയാളെന്ന് പറയും. അപ്പോൾ ആ ഒരു മീന് ഇരയായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ചെറിയ പീസാക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചൂണ്ടയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഏതായാലും ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ ചൂണ്ട വെള്ളത്തിലോട്ട് ഇറങ്ങുകയാണ്. ഇപ്പം എൻ്റെ മീൻ പിടിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാണുമ്പോളേ അങ്ങനെ പകൽ പാലിൽ നമ്മൾ ചൂണ്ടയിട്ട് മീനൊന്നും കിട്ടിയില്ല. അങ്ങനെ ആങ്കർ ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആങ്കർ ഇട്ട് നമ്മളിവിടെ ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ പ്രിപ്പറേഷൻ ചെയ്യണം. അതുപോലെ തന്നെ ചൂണ്ട മായക്ക എന്തെങ്കിലും ഇട്ട് എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ മായക്കയുടെ പണി നോക്കണം. അങ്ങനത്തെ ഒരു പ്ലാനിലാണ്. സ്റ്റവ് എടുത്തു, കുക്കർ എടുത്തു, ഓരോന്നോരോന്നായിട്ട് എടുക്കട്ടെ. ഇന്ന് അനുവാണ് കുക്ക് ചെയ്യാൻ പോണത്. അതാ ഈ പണ്ടാരിയാ, ഈ വെള്ളത്തില് പണ്ടാരിയ. എന്താ ചിരിക്കണ? അപ്പൊ സന്തോഷ് ഉണ്ടാക്കട്ടെ കറി. കണ്ണൻചാള റോസ്റ്റ് ഉണ്ടാക്ക്. ഈ മരിച്ചിനി കട്ട് ചെയ്യണ കാര്യം ആലോചിക്കുമ്പോൾ ഞാൻ കട്ട് ചെയ്തപ്പോൾ കൈ മുറിഞ്ഞത് മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ. അങ്ങനെ കറിക്ക് വേണ്ട മീനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കണ്ണൻകുഴിയാളെയാണ് എടുത്തത്. ഇപ്പം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത പണ്ടാരിയും വന്നിട്ടുണ്ട്. ഞാൻ തിന്നാൻ വേണ്ടിയിട്ട് മാത്രം. നമുക്ക് കറി വയ്ക്കാനോ ഒന്ന് അറിഞ്ഞൂടെ? ഓക്കെ, കട്ട് ചെയ്യാളിയാ, കട്ട് ചെയ്. അങ്ങനെ കറിക്ക് വേണ്ട മീനും കാര്യങ്ങളെല്ലാം ഇവിടെ സന്തോഷാണ് കട്ട് ചെയ്യണം കേട്ടോ. സന്തോഷം നന്നായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ആങ്കർ ഇടുന്നു. അതോടൊപ്പം തന്നെ സവാള, പച്ചമുളക്, തക്കാളി, ഇങ്ങനെ കറിക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കും. നാളെ മീൻ കട്ട് ചെയ്ത് തീരാറായി. 3 കൂടെ താണ്ട്. അതെ കഴിക്കണം. പിന്നെ പൊളിയല്ലേ വെട്ടി കഴിഞ്ഞ് അതൊന്നുകൂടെ കഴുകി എടുക്കുവാണ് കേട്ടോ.
നിങ്ങൾ കെട്ടിയില്ലെങ്കിൽ ഭാര്യയ്ക്ക് മരിച്ചിട്ട് കെട്ടി കൊടുക്കില്ലേ? ഉള്ളി കെട്ടിയല്ലോ ഭക്ഷണം അങ്ങനെ കഴുകിയെടുത്ത മരിച്ചീനി നമ്മുടെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലോട്ട് ഇട്ട് കൊടുക്കാൻ. ഇതെന്തിനു പച്ചവെള്ളം ഇടണേ? ടേസ്റ്റ് വരുമല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മരിച്ചീനിയിൽ പച്ചവെള്ളം കിട്ടുന്ന കാരണം. അങ്ങനെ വെയിൽ നല്ല പോലെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ വള്ളത്തിന് മുകളിൽ കൂടി അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഷീറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഓ വാ വാ. നീ അവിടെ കുത്ത്. അപ്പതാ വള്ളത്തില് ഷേപ്പിനൊരു ആർച്ചൊക്കെ വന്നിട്ടുണ്ട്. വള്ളത്തിൽ ആർച്ച് കുത്തളയാ കുത്ത്. അറിയാമേ? അയ്യോ കേറല്ലേ. പോയി പോയിടാ പോയി. കുത്തിയത് കേറിയില്ലേ? നല്ല സെറ്റായി. ഇപ്പോൾ ഒരു തണൽ വന്നപ്പോഴേക്കും ഒത്തിരി ആശ്വാസം. ഇവിടെ നല്ല ക്ലിയർ ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് എടുക്കുമ്പോൾ മാത്രം ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. അങ്ങനെ മരിച്ചീനി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത് മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഊറ്റിയെടുക്കാം. അല്ലേ? അങ്ങനെ മീൻകറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി അത് തന്നെ കേട്ടോ. അത് കിഴങ്ങ് മാറ്റിയിട്ട് മീൻകറി വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചട്ടിയെ വയ്ക്കാവും, എണ്ണയെ ഒഴിക്കാവും, എണ്ണയെ ഊത്താവും. എണ്ണയെ ഊത്താവും. കറിവേപ്പിലയെ പോടും കഴി. எல்லாமே போடும். ഉപ്പ് എന്തിനിടുന്നെന്ന് പറഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് വേവാനാണ്. അതുകൂടൊന്ന് പറഞ്ഞു. ഓക്കെ തുടങ്ങി. ഇതില്ലേ അമ്മയിരിക്കുന്നതിനെ പേടിക്കണം. അടച്ച് പോകാവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉള്ളിയൊക്കെ മൂത്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാണ്. സൊല്ലുങ്കണ്ണേ.
ஏதாவது சொல்லுங்க ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. മസാലപ്പൊടി, ഫിഷ് മസാല, മസാലക്കൂട്ടുണ്ട്. കറക്റ്റായി 2 സ്പൂൺ പോടാവും. 2 സ്പൂൺ പുളിവെള്ളം ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. സ്പൂണാകട്ടെ, സ്പൂണിലെല്ലാം സൈഡ് വെച്ച് ഞാൻ ചൊല്ലി കൊടുക്കാം. അതെല്ലാം മറന്നു പോകണം. അതെടുത്ത് മീൻകറിയിലോട്ട് മീൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച മീനും കാര്യങ്ങളെല്ലാം അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. കറി തിളക്കട്ടെ. കഞ്ഞിയും ഇപ്പോൾ വേവിച്ച കിഴങ്ങും മീൻകറിയും. ഓക്കേ, നമ്മൾ ഇന്ന് രാത്രി കൊണ്ടുവന്നത്, അതായത് ഉച്ചയ്ക്ക് കൊണ്ടുവന്ന ചോറാണ് കേട്ടോ. ആ ചോറ് വെള്ളം ഒഴിച്ചിട്ടിരുന്ന് നമ്മൾ കഞ്ഞിയാക്കി എടുത്തിട്ടുണ്ട്. എന്തോ ചൂടോടെ കോരി വയ്ക്കാമോ? ഞാനത്രയും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മതി. ഉണ്ടാക്കുന്ന ആൾ തന്നെ ഫസ്റ്റ് കഴിച്ചിട്ട് പറയും ടേസ്റ്റ് ഒക്കെ കേട്ടോ. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അനൂപ് മീൻകറിയും കാര്യങ്ങളെല്ലാം ഇല്ലേ അവിടെ പറഞ്ഞു. അങ്ങനെ കഴിക്കട്ടില്ല. കറി കഴിക്കണോ? കറിയാണ് കറിയാണ്. ശരിയാണ് കൂടുതൽ ആണെങ്കിൽ എടുത്താൽ ഓക്കേ. കഴിക്കാൻ പോകുന്നു. കഴികളയാ എങ്ങനെയുണ്ട്? അടിപൊളി. സ്റ്റാർട്ട് ചെയ്താൽ. അപ്പോൾ രാവിലെ ഒരു 8 മണിയായിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചൂട് മീൻകറിയും കഞ്ഞിയും ഇപ്പോൾ വച്ച കപ്പയും. ആദ്യം മീൻ, കഞ്ഞിയായിട്ട്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? അടിപൊളി കേട്ടോ. നമ്മളെ ഫുഡ് ഇവിടെ ഇരിക്കുന്നു. എല്ലാവരും കഴിക്കുന്നുണ്ടോ? ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഒളിച്ചിരുന്നത് ടീവേ എങ്ങനെയുണ്ട്? അങ്ങനെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. രാത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഉറക്കം ഒഴിയുന്നത് കൊണ്ട് തന്നെ ഈ ടൈമിൽ പകൽ നമ്മൾ പകലിപ്പോൾ പാരിൽ പോയി ചൂണ്ടയിട്ട് എന്തെങ്കിലും കിട്ടിയിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചൂണ്ടപ്പണിയും കൂടെ ചെയ്തേനെ. പക്ഷേ എന്നിരുന്നാൽ മീനൊന്നും കിട്ടാത്തതുകൊണ്ട് ആങ്കർ ചെയ്തിട്ട്
നമ്മൾ കിടക്കുവാണ്. ഇന്ന് രാത്രി നമ്മൾ ചൂണ്ടപ്പണി ചെയ്യണം, അതായത് കണ്ണൻ കോഴികളൊക്കെ തന്നെ. ഇപ്പം ചിലവിനുള്ളത് നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഷെയർ വേണമെന്നുണ്ടെങ്കിൽ ഇനി കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കിടന്ന് ഓരോ സ്പേസ് ആയിട്ട് പിടിച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കിടന്നുറങ്ങിയിട്ട് വൈകിട്ടാവും എണീക്കുമ്പോൾ. അപ്പോൾ ഏതായാലും ആ സമയത്ത് കാണാം. 4 മണിയായി. അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് തണ്ണിമത്തൻ കട്ട് ചെയ്യുകയാണ് കേട്ടോ. കറി വെച്ചാൽ നാളെ തൊട്ട് എന്നോട് അങ്ങനെ തൊട്ട് കോപ്പയിൽ കറി ചെയ്താ കളത്തിൽ കെട്ടി വെച്ചാൽ ഇതെല്ലാം പോലെ കാണുന്ന വളയത്തിലാണ്. ചുറ്റിയിടുവോ കുറ്റികളോ പോവോ അതോടെ വളയണ്ടാ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് വള്ളങ്ങൾ ഇവിടെ തങ്ങലിന് വന്നിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ ഇപ്പോൾ ഷെഡ് ഇട്ടിരിക്കുന്നതായിട്ട് നമ്മൾ നേരത്തെ ഇതുപോലത്തെ ഒരു ഷെഡും കെട്ടിയിട്ടാണ് നമ്മൾ ഇരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ പണിയിൽ ഇങ്ങോട്ട് വരുന്ന എല്ലാവരും ഇതേപോലെ തങ്ങലിനാണ് വീണത്. അപ്പോൾ എത്ര വള്ളങ്ങളാണെന്ന് നോക്കി. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ നമുക്ക് കാണാൻ പറ്റും. 5:45. അപ്പോൾ ഇവിടെ നമ്മൾ ആങ്കർ ഇട്ടിട്ട്, അതായത് കന്നാസ് ഇട്ടിട്ട് മായക്ക വിടുവാണ്. മായക്ക വിടുന്നത് കിട്ടിയത് വേണ്ട വങ്കടയാണ് കേട്ടോ. അതാ ഇവിടെ വരുത്ത് നലിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്തോ 2 ചെറിയ മീൻ വീണു. അപ്പോൾ വങ്കട പാലാ മീനും, അതായത് മാഹി എന്നൊക്കെ പറയണേ ആ മീനാണ്. നേരത്തെ പച്ച കളറായിരുന്നു, ഇപ്പം നീല കളറായി. കുറച്ച് കഴിയുമ്പോൾ വെള്ള കളറാവും, വീണ്ടും പച്ച കളറാവും. ഇത് വങ്കടയെന്ന് പറയും. ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും. നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ചെറുതായിട്ട് കുറച്ച് നേരെ പിടിച്ചിരിക്കണം. 2 എണ്ണം വീണ്. കിട്ടോ എത്ര നോക്കി മാറണമെന്ന് 5. ഹലോ 6. പത്ത്.
അങ്ങനെ മരച്ചീനിയും മീൻകറിയായിട്ട് ഒരു പിടി റെഡിയാവട്ടി. ഇനിയിപ്പോൾ മരച്ചീനി കഴിക്കാം. സന്തോഷേ പെട്ടെന്ന് വാ. അടിപൊളിയാണ്. ഇനി ആദ്യം ഇതൊന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ രാത്രിത്തെ പണി ഇനി കാണാം. ആറര ആയപ്പോഴത്തേനും അവിടെ ലൈറ്റും കാര്യങ്ങളെല്ലാം എടുക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യാൻ രാത്രിത്തെ പണി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഏതായാലും വീഡിയോ ഈ എപ്പിസോഡ് ഇവിടെ അതിൻ്റെ പോയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്തൊരു നൈറ്റ് ഫിഷിങ്ങും കൂടെ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൈമിൽ പിന്നെ വീഡിയോ ലെങ്ത് കൂട്ടണ്ടെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പോയാണ്. അടുത്ത എപ്പിസോഡ് അടുത്തൊരു പാർട്ടായിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മളിപ്പോൾ രാത്രി അടുത്ത് പണി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ എപ്പിസോഡ് അടുത്തൊരു പാർട്ടായിട്ട് കാണാം കേട്ടോ.